ഇനി നിലമ്പൂരിൽ പ്രചരണം കൊഴുപ്പിക്കാൻ പ്രമുഖ നേതാക്കൾ എത്തുകയാണ്. ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി പ്രിയങ്ക ഗാന്ധി നാളെ പ്രചരണത്തിനായി എത്തും. 2 പൊതുയോഗങ്ങളിൽ പങ്കെടുക്കും. നാളെ മുതൽ 3 ദിവസത്തേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനും നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്ത് പ്രചരണത്തിനുണ്ട്. അതേസമയം ക്രിക്കറ്റ് താരവും തൃണമൂൽ എംപിയുമായ യൂസഫ് പത്താനെ സ്വാഗതം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് PV അൻവറും പ്രവർത്തകരും. ആസിഫ് മൂപ്പുന്നുണ്ട് നിലമ്പൂരിൽ നമുക്കൊപ്പം. ആസിഫ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ നിലമ്പൂര് ഇനിയിപ്പോൾ പരസ്യപ്രചരണം തീരാൻ 6 ദിവസമേ ഉള്ളൂ, ഒരാഴ്ച പോലും ഇല്ല. അപ്പോൾ അങ്ങനെ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ നേതാക്കളുടെ ഒക്കെ കൂട്ടത്തോടുള്ള വരവിനാണ് നിലമ്പൂർ സാക്ഷ്യം വഹിക്കുന്നത്. പ്രത്യേകിച്ച് പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം, മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം, PV അൻവർ ആകട്ടെ അവരുടെ MP-യെ എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നു. ഇന്നിപ്പോൾ എന്തൊക്കെയാണ് നിലമ്പൂരിൽ നടക്കാനുള്ളത്? എങ്ങനെയാണ് പാർട്ടികളുടെ അവസാന വട്ട പ്രചരണം മുന്നോട്ട് പോകുന്നത്? സേതു, ഗുഡ് മോർണിംഗ്. തീർച്ചയായും വലിയൊരു ആവേശത്തിലാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും എന്നുള്ളത് നമുക്ക് ആ പ്രചാരണ രംഗത്ത് പോകുമ്പോൾ കാണാൻ കഴിയും. കാരണം തികഞ്ഞ പ്രതീക്ഷയുണ്ട്. ഓരോരുത്തർക്കും പ്രതീക്ഷിക്കാൻ അവരുടേതായ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ പ്രചാരണത്തിന് പ്രധാനപ്പെട്ട നേതാക്കളെ അടക്കം എത്തിച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പോൾ അടിത്തറയിലുള്ള വർക്ക് രാഷ്ട്രീയ പാർട്ടികളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വീട് കയറിയുള്ള പ്രചാരണം നടക്കുന്നുണ്ട്, കവലകളിലുള്ള മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള പ്രചാരണം മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്രിയങ്ക ഗാന്ധി ഒരു ഉപതെരഞ്ഞെടുപ്പിന് എത്തി അതിൻ്റെ പ്രചാരണത്തിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടി ഇതിൻ്റെ അകത്ത് ഉണ്ട്. പ്രിയങ്ക ഗാന്ധി 2 ഇടങ്ങളിലാണ് പ്രിയങ്ക ഗാന്ധി സംസാരിക്കുക. നാളെ ഉച്ചയ്ക്ക് ശേഷമാണ് 2 ഇടങ്ങളിലും പരിപാടി നിശ്ചയിച്ചിട്ടുള്ളത്. പ്രിയങ്ക ഗാന്ധി വയനാട് മണ്ഡലത്തിലെ സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ് എത്തുന്നത്. ആ സമയത്ത് തന്നെ സ്വാഭാവികമായും നിലമ്പൂരിലെ 2 ഇടങ്ങളിൽ വന്ന പൊതുയോഗങ്ങളിൽ പ്രിയങ്ക ഗാന്ധി സംസാരിക്കുകയും ചെയ്യും. എന്തായാലും റോഡ് ഷോ എന്നും അങ്ങനെയുള്ള വലിയ പരിപാടികൾ പ്രിയങ്ക ഗാന്ധിയുടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് പ്രചാരണവുമായി ബന്ധപ്പെട്ട് നിലവിൽ പ്ലാൻ ചെയ്തിട്ടില്ല. 2 കോർണർ യോഗങ്ങളിൽ സംസാരിക്കുക എന്നുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. സ്വാഭാവികമായും പ്രിയങ്ക ഗാന്ധി വരുന്നത് UDF-നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആവേശമാണ്. കോൺഗ്രസ് പ്രവർത്തകർ അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ വന്ന് പ്രിയങ്ക ഗാന്ധി സംസാരിച്ചു പോകുന്നു. പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലത്തിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ അത്തരത്തിലുണ്ടാകുമെന്നൊരു പ്രതീക്ഷയായിരുന്നു ആദ്യഘട്ടത്തിൽ തന്നെ കോൺഗ്രസ് നേതാക്കൾ പങ്കുവച്ചത്. അത്തരത്തിൽ പ്രിയങ്ക ഗാന്ധിയെ എത്തിക്കാനുള്ള ശ്രമം നടത്തും എന്നുള്ള കാര്യമടക്കം അവർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതിനനുസരിച്ചുള്ള നീക്കം നടത്തുകയും പ്രിയങ്ക ഗാന്ധി പ്രചാരണത്തിന്റെ ഭാഗമാകുകയും ചെയ്യുന്നു എന്നുള്ളത് കോൺഗ്രസ് ക്യാമ്പിന് വലിയ ഒരു ആവേശം നൽകുന്ന ഒരു കാഴ്ചയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. എന്നാൽ മുഖ്യമന്ത്രി ഇനി ഉള്ള 3 ദിവസം, നാളെ മുതൽ 3 ദിവസം മുഖ്യമന്ത്രി മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് M സ്വരാജിനായി പ്രവർത്തിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എല്ലാ പഞ്ചായത്തിലും എത്തി മുഖ്യമന്ത്രിയുടെ ഓരോ യോഗങ്ങൾ നടക്കും. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും, ഇരുമുന്നണികളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനം മുന്നോട്ട് പോകുന്നുണ്ട്. നിരവധി മന്ത്രിമാർ LDF-ന് വേണ്ടി പ്രചാരണ രംഗത്ത് സജീവമാണ്. UDF-ന്റെയും കോൺഗ്രസിന്റെയും എല്ലാം പ്രധാനപ്പെട്ട നേതാക്കൾ അങ്ങനെ മണ്ഡലത്തിൽ സജീവമായി മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ നിലമ്പൂരിൽ പ്രചരണം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ആ പോരാട്ടക്കളം കൊഴുപ്പിക്കാൻ നേതാക്കൾ കൂട്ടത്തോടെ എത്തുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു നമ്മുടെ ആസിഫ് നിലമ്പൂരിൽ നിന്ന്.